ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സാണ് പിന്നീട് നാഷണൽ ഡിഫൻസ് ഫോഴ്സായിട്ട് NDF എന്ന പേര് വന്നു. പിന്നെ അത് പേര് മാറ്റിയാണ് PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആക്കി മാറ്റി. പിന്നീട് അവരുടേതായ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടി പോലെ ഇവർ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI എന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയാണ് നമ്മളിപ്പോൾ ചർച്ചാ വിഷയമുള്ളത്. അതിനിടയ്ക്ക് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു, അതിൻ്റെ നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്തു. അതിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ ആ തിഹാർ ജയിലിൽ ഗോതമ്പുണ്ട കഴിച്ച് ജീവിക്കുകയാണ്. ഈ SDPIയുടെ തന്നെ ദേശീയ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നത്. അദ്ദേഹം മറ്റേ നോട്ടറിറ്റിപ്പ് കേസ്, മറ്റേ ഇതുണ്ടല്ലോ, അതെ അതെ അതെ, പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെൻറ്റുകാർ പിടിച്ചുകൊണ്ട് പോയിക്ക് കഴിഞ്ഞ ദിവസമാണ് പുള്ളി നാട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്. അത് തീവ്രവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭൂരിപക്ഷ അല്ലെങ്കിൽ അന്യമത വിദ്വേഷത്തിൽ മാത്രം വിശ്വസിക്കുന്ന, അതിന് കായികമായ പരിഹാരം മാത്രം നിർദ്ദേശിക്കുന്ന ഒരു പാർട്ടിയാണ്. ശരിക്കും ഗുണ്ടാ സെറ്റപ്പാണ്. ഈ ഗുണ്ടാ സെറ്റപ്പിനെയാണ് SDPI എന്ന് വിളിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ചോദിച്ചപ്പോൾ അവർ SDPI. അപ്പോൾ ഈ പാർട്ടി കുറച്ച് നാളായിട്ടുണ്ട്. അവർ ചില തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കും, മുനിസിപ്പാലിറ്റിയിലൊക്കെ മത്സരിക്കും, പഞ്ചായത്തിലൊക്കെ മത്സരിക്കും. ചിലപ്പോഴൊക്കെ അത്യപൂർവമായിട്ട് ഒരാളൊക്കെ ജയിക്കും, മിക്കവാറൊക്കെ തോക്കും. ഇത് വലിയ ജനസ്വാധീനമുള്ള പാർട്ടിയൊന്നുമല്ല. പക്ഷേ ഗുണ്ടായുസം നടത്തുന്ന ആളുകൾ എന്നുള്ളവർക്ക് പൊതുവെ പൊതുസമൂഹത്തിന് ഇവരെക്കുറിച്ച് ഒരു ഭയവും ആശങ്കയും ഉണ്ട്. ഇവരിനി അടുത്തായിട്ട് എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിവിധി എന്നുള്ളതൊക്കെയാണ് ഈ സംഘടനയെ നിരോധിച്ച്, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച്, അതിൻ്റെ ക്യാമ്പസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, വിമൻസ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പോഷക സംഘടനകളൊക്കെ നിരോധിച്ചു. അവരുടെ മനുഷ്യാവകാശ സംഘടനയുണ്ട്, യഥാർത്ഥം മനുഷ്യാവകാശമല്ല, ഈ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് പെറ്റീഷൻ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതിനെ നിരോധിച്ചു. ഇതെല്ലാം നിരോധിച്ചു. അതിൻ്റെ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് SDPI മാത്രം നിലനിൽക്കുക. അപ്പോൾ ഈ നാട്ടിലെ ആളുകൾക്ക് SDPI എന്താണെന്നോ പോപ്പുലർ ഫ്രണ്ട് എന്താണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. RSSകാർ BJPക്കാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം കുത്തേറ്റ് മരിച്ചിട്ടുള്ള ആളുകൾ, പോപ്പുലർ ഫ്രണ്ടുകാരുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് CPMകാരാണ്. നാദാപുരത്ത് ഈന്തുള്ളതിൽ ബീനു മുതൽക്ക് മഹാരാജ് കോളേജിലെ അഭിമന്യു വരെ നിരവധി ധീര രക്തസാക്ഷികളെ ഈ SDPI അല്ലെങ്കിൽ അതിൻ്റെ അവാന്തര ഭാഗങ്ങളായിട്ടുള്ള സംഘടനകൾ CPMകാർക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്.